ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ മട്ടൺ സ്റ്റൂ ആണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രൈബ് ആയിട്ടോ. ഞാനിവിടെ 1/2 കിലോ ആട്ടിറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞൾപ്പൊടിയും അതുപോലെ കല്ലുപ്പിന്റെ വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ മുമ്പ് ഇട്ട് വെച്ച് നന്നായി ഞാൻ വേറെ കഴുകി ഞാൻ വൃത്തിയാക്കി അതിനുശേഷം കുക്കറിൽ വെറും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതാ ഞാനിപ്പോ ഇവിടെ മട്ടൻ ഒന്ന് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഞാൻ ഇടുന്നുണ്ട്. പിന്നീട് 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, 5-6 പച്ചമുളക് ഇതുപോലെ നടു കീറിയത്, പിന്നീട് അല്പം കരിവേപ്പില. ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഒന്നും കൂടി നന്നായി വേവിച്ചെടുക്കണം. കാരണം മട്ടൻ 1, 2, 3 തവണ നന്നായി വേവിച്ചാലേ നന്നായി സോഫ്റ്റും ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും കേട്ടോ. ഇതാ ഇപ്പൊ നമ്മൾ മട്ടനും ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഞാൻ തുള്ളി വെള്ളം പോലും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിൽ തന്നെ വെള്ളം വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്, ഒഴിച്ചാൽ ശരിയാവില്ല. ഇനി ഞാൻ 2 കപ്പ് തേങ്ങാപ്പാല് ഇതിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം. ഇതാ ഇപ്പൊ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. കാരണം നമ്മൾ ഉള്ളിയും അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഇട്ട സ്ഥിതിക്ക് മധുരം വരും. അപ്പൊ അത് വരാതിരിക്കാനാണ് നമ്മൾ 2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒറ്റിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം ഒന്നും നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മൾ ടേസ്റ്റിയായ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം നാളെ വേറെ റെസിപ്പി ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.